എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുഗന്ധിയാണെങ്കിൽ രാജുവിന്റെ ബാഗിൽ നിന്ന് ആ പണം എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് സുഗന്ധിയുടെ കയ്യിൽ കിടന്ന വള അങ്ങനെ പൊള്ളുവാണ്. പെട്ടെന്ന് സുഗന്ധി കൈ കുടയുവാണ്. ഈ കാഴ്ച കണ്ടതും ഉണ്ണിമോളോട് ഗിരിദേവൻ പറഞ്ഞു, കണ്ടില്ലേ, ഇനി സുഗന്ധി ചേച്ചിക്ക് ഒരിക്കലും ആരുടെ ഒന്നും കട്ടെടുക്കാനായിട്ട് സാധിക്കില്ല. സുഗന്ധി ചേച്ചി ഇനി കട്ടെടുക്കാനായിട്ട് എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ സുഗന്ധി ചേച്ചിയുടെ കൈ പൊള്ളൂന്ന് പറയണം. സുഗന്ധി പെട്ടെന്ന് ബാഗൊക്കെ അവിടെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ നേരെ അച്ഛൻ്റെ അടിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കാഴ്ചന്ന് ചോദിച്ചു, എന്ത് പറ്റി മോളെ, എന്നിട്ട് കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അച്ഛൻ എൻ്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. പൊള്ളു അതെന്നെ കാണിച്ചിട്ട് ഈ വള എൻ്റെ കൈയിൽ കിടന്നിട്ട് എനിക്ക് കൈ പൊള്ളുക, ഒരു കാര്യം ചെയ്യുക, മോളെ അങ്ങോട്ട് ഊരിക്കളയാൻ പറയണം. എനിക്ക് ഊരാൻ പറ്റുന്നില്ല അച്ഛാന്ന് പറയണേ. ഇങ്ങോട്ട് വാ, അച്ഛൻ ഊരി തരാമെന്നും പറഞ്ഞുകൊണ്ട് കാര്യസ്ഥൻ മോളുടെ കൈ പിടിച്ച് ആ വളയും കൂടി ഊരാൻ നോക്കണം. പക്ഷെ വള ഊരാനായിട്ട് അങ്ങ് തൊട്ട് നോക്കിയപ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ കൈയും കൂടി അങ്ങോട്ട് പൊള്ളി. പെട്ടെന്ന് കൈ അങ്ങോട്ട് പിൻവലിച്ചു. ഈ സമയത്ത് ഗിരിദേവനും വാവരും അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ആ വള ഊരാൻ നോക്കണ്ട, ആ വള ഊരാൻ പറ്റില്ല എന്ന് പറയാണ്. പെട്ടെന്ന് സുഗന്ധി ചോദിച്ചു, നിങ്ങൾ എന്ത് വള എനിക്ക് തന്നിരിക്കുന്നത്, അതെന്താ ഈ വള ഊരാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വാവര് പറഞ്ഞു, ചേച്ചി ഇപ്പം മോഷ്ടിക്കാൻ പോയപ്പോഴല്ലേ ചേച്ചിയുടെ കൈ പൊള്ളിയത്, ഇനി ചേച്ചിക്ക് ഈ വളയിട്ടോണ്ട് മോഷ്ടിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഏയ്, ഞാൻ മോഷ്ടിച്ചൊന്നുമില്ല, കള്ളം പറയരുത് ചേച്ചി, ചേച്ചി ഇപ്പോഴല്ല ഇതിനു മുമ്പും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ഇനിയിപ്പം ഈ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ ചേച്ചിയുടെ കൈ പൊള്ളാതിരിക്കുള്ളൂ, അല്ലെ ചേച്ചിയുടെ കൈ പൊള്ളൂ എന്ന് പറയാണ്. അപ്പൊ കാശിന് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ വളയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കൈ പൊള്ളുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ വളയോ, ഇത് സാധാ വളയല്ല, ഇത് അഗ്നിക്കങ്കണം എന്നാ അതിന്റെ പേര്. ഇനിയിപ്പം മോഷ്ടിച്ച മുതൽ തിരിച്ചു കൊടുക്കുന്നതോടെ വരെ ചേച്ചിയുടെ കൈ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും സുഗന്ധി അവിടെ നിന്ന് ഓടുവാണ്. ഉണ്ണിമോൾക്ക് സന്തോഷമായി. ഇത്രയും വലിയ ഒരു ശിക്ഷ തന്നെ അവൾക്ക് സുഗന്ധിക്ക് കിട്ടണം. കാരണം ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും സ്വർണമാണെങ്കിലും പണമാണെങ്കിലും എല്ലാവരുടെയും മോഷ്ടിച്ചെടുത്തിട്ടുള്ളൂ. പിന്നീട് കാണിക്കുന്ന ദേവകിയമ്മയും അനുപമയും കൂടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അനുപമയാണ് മനവുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാലും അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ രാജീവേട്ടനെ തിരിച്ചു വേണം. അമ്മ എന്നെ കണ്ടല്ലോ, ജോത്സ്യം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ, എൻ്റെ രാജീവേട്ടൻ ഏതോ ആപത്തിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അമ്മയുടെ മുഖത്ത് ആ ചെലന്തി വല വന്നടിച്ചത്. അപ്പൊ ഏതോ വലിയൊരു വലയത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്, ഒരു പക്ഷെ അപകടം സംഭവിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ദേവിക്ക് മാത്രം രാജീവേട്ടനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നോ തോന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവിക പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല, നമ്മൾ ദേവിയുടെ തിരുനടയുടെ മുമ്പിലല്ലേ ഇരിക്കണേ, ദേവി അവനെ അനുഗ്രഹിക്കുമെന്ന് പറയാം. എന്നാലും അമ്മേ, ഗിരിദേവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആശ്വാസമാകുമായിരുന്നു, ഗിരിദേവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരു മാർഗം കണ്ടെത്തി തരുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഗിരിദേവനെ കൂടെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ എൻ്റെ ഏക ആശ്രയം ദേവിയാന്ന് പറയാണ്. മോള് നല്ലവണ്ണം പ്രാർത്ഥിച്ചു. പക്ഷെ ആ ജോത്സ്യം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയും കേട്ടതല്ലേ, ആ ജോത്സ്യം വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തല്ലേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഒരു താഴെ പോയത്. അപ്പൊ അതിനൊക്കെ അർത്ഥം എന്താ, എൻ്റെ രാജീവേണ്ണ അപകടത്തിലാന്നല്ലേ. എനിക്ക് എൻ്റെ രാജീവേണ്ണ വേണോ അമ്മേ, എനിക്ക് എൻ്റെ രാജീവേണ്ണ ഇല്ലാതെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല. ഇത്രയും ദിവസം ഒന്ന് ഫോൺ വിളിക്കാതിരിക്കുന്നതല്ല, എന്നിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, ആദ്യമായിട്ടാണ് ഈ കടവെല്ലാം കയറിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ രാജീവേട്ടൻ നടക്കുമായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വിനോദേട്ടൻ്റെ കടയൊക്കെയാണ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. പക്ഷേ എങ്കിലോ രാജീവേട്ടൻ എന്തൊക്കെ ബിസിനസ് തുടങ്ങി നോക്കി, രാജീവേട്ടൻ അതൊന്നും പച്ച പിടിക്കുന്നില്ല. അവസാനം സങ്കടത്തോടു കൂടിയാ ഗൾഫിലേക്കാന്നും പറഞ്ഞു പോയത്. എന്നെ അഖിൽമോനെ ഇട്ടിട്ട് പോകാൻ പോലും ഒരു താല്പര്യമില്ല. എന്ത് ചെയ്യും, പലിശക്കാരൻ പ്രഭാകരന്റെ പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് പോയെന്ന് പറയാ. മോള് ധൈര്യമായിട്ടിരിക്കുക, മോള് പോയി പ്രാർത്ഥിക്കാൻ പറയണം. ഒരു കാര്യം ഞാൻ പറയാമേ, എൻ്റെ രാജീവേണ്ണ എന്തെങ്കിലും സംഭവിച്ചാല് ഞാനും അഖിൽമോനും പിന്നെ ജീവിച്ചിരിക്കില്ല. ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഞാനിത് പറയണേ എന്നും പറഞ്ഞ് അനുപമ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ദേവിയുടെ മുന്നിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ഈ സമയം ദേവകിയമ്മ മനോരി പ്രാർത്ഥിക്കുക, എൻ്റെ മോനെ തിരിച്ചു തരണം, അവളുടെ സങ്കടം കണ്ടില്ലേ, അവൾ എത്രമാത്രം വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നേ, ഒരാപത്തും കൂടാതെ തിരിച്ചു തരണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ദേവികമ്മ. ഈ സമയത്ത് ദേവിയുടെ മുന്നിലേക്ക് ഒന്ന് കൈകൂപ്പിന്ന് അനുഭവം പ്രാർത്ഥിക്കുക, ദേവി, ഞങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ അതെല്ലാം പൊറുക്കണം. എനിക്ക് ഗിരിദേവനെ കാണാൻ പറ്റില്ല, ഗിരിദേവനെ കാണാന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോൾ ഗിരിദേവനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ രാജീവന് ഒരാപത്ത് സംഭവിക്കരുത്, ദേവി രാജീവന് തുണയാകണം. ഞങ്ങൾ ചെയ്ത തെറ്റിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിച്ചില്ലേ, ഇനി ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ദേവി എന്നും പറഞ്ഞുകൊണ്ട് ചെയ്ത അപരാധങ്ങളൊക്കെ ഏറ്റു പറയാണ്. പിന്നീട് ഈ താലിമാല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ നിന്ന് പൊട്ടി താഴെ വീണു. ഇനി എനിക്കിത് കഴുത്തലിടാനുള്ള യോഗം ഉണ്ടോയെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ താലിമാല ഇവിടെ വെക്കുക, ദേവിക്ക് സമർപ്പിക്കുക.
ഇനി ദേവി എൻ്റെ രാജീവേട്ടനെ തിരിച്ചു തരണം, ഈ താലിമാല എടുത്തിട്ട് എന്നെ ദേവി എൻ്റെ രാജീവേട്ടനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കൈകൂപ്പി എന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ദേവയമ്മ അങ്ങോട്ട് വന്ന് ദേവയമ്മ ചോദിച്ചു, നീ എന്തിനാ ഈ താലിമാല ഊരുന്ന മോളെ, എപ്പോഴും എപ്പോഴും മാല ഇങ്ങനെ ഊരാൻ കൊള്ളില്ല എന്ന് പറയണം. പെട്ടെന്ന് പറഞ്ഞു, ഇല്ല ഞാൻ ദേവിക്ക് സമർപ്പിച്ചത് അമ്മേ, ദേവി എനിക്ക് എൻ്റെ രാജീവേട്ടനെ തിരിച്ചു തരട്ടെ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുപമ അങ്ങോട്ട് മറിഞ്ഞു വീഴുകയാണ്, ബോധം കെട്ട് വീണു. പെട്ടെന്ന് മുത്തശ്ശി അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അലറി വിളിച്ചപ്പോൾ ആൾക്കാരെല്ലാം കൂടി നേരെ അനുപമേനെ ആ ആലിന്റെ ചൂട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തുവാണ്. സഹിക്കുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശിക്ക്. പിന്നീട് കാണിക്കുന്ന അഖിൽമോന്റെ അടുത്ത് മിനിയും ജയനും ഇരിക്കുകയാണ്. അപ്പൊ അഖിൽമോന് ഫുഡ് എടുത്ത് കൊടുത്തിട്ടാണെങ്കിൽ അഖിൽമോൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതെന്താ അഖിൽമോനെ, കഴിക്കാൻ പറയുകയാണ്. വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വന്നിട്ട് തന്നാൽ മതി. എൻ്റെ അമ്മ ഇച്ചിരി താമസിച്ചല്ലേ വരുള്ളൂ, കുഴപ്പമില്ല, ഞാൻ എൻ്റെ അമ്മ വന്നിട്ട് കഴിച്ചോളാന്ന് പറയണം. എന്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അഖിൽമോൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതെ, എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ വിളിക്കാൻ പോയതാ, എൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് വരുമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യുക, നീ അവനെ ഫോണൊന്ന് വിളിച്ചു കൊടുക്ക്. ആ ഫോൺ വിളിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവൻ ഫുഡ് കഴിച്ചോളും ജയം പറയാണ്. അങ്ങനെ മിനി എന്ത് ചെയ്യുവാണ്, മിനി അനുപമേനെ ഫോൺ വിളിക്കുക. ഈ സമയത്ത് ദേവയമ്മയുടെ മടിയിൽ കിടക്കുമായിരുന്നു അനുപമ. ദേവയ്യ പറഞ്ഞു, മോൾ ഇങ്ങനെ വിഷമിക്കില്ല, ഇങ്ങനെ തളരാതിരിക്കുക, എൻ്റെ സ്വന്തം മോനാ പോയത്, കാണാതെ പോയത്. ഇപ്പം നിന്നേക്കാളും കൂടുതൽ വിഷമം എനിക്കുണ്ട്, പക്ഷെ ഞാനത് സഹിക്കുന്നില്ലേ, അതുപോലെ നീ സഹിക്കണം. അവൻ്റെ ഒരു ആപത്തും കൂടാതെ അവൻ തിരിച്ചു വരും, നീ ധൈര്യമായിട്ടിരിക്കും മോളെന്ന് പറയണം. എന്നാലും അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം പോലും ഞാൻ രാജീവേട്ടനെ മാറി ഇരുന്നിട്ടില്ല. അല്ലോ ഇങ്ങനെ മാറി ഇരുന്നാൽ തന്നെ ഫോൺ വിളിക്കാതിരുന്നിട്ടില്ല, ഇപ്പം ആദ്യമായിട്ടാ. ഇനിയിപ്പോൾ വല്ല ആപത്തിലാണോ ഒന്നും അറിയത്തില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ രാജീവേട്ടൻ അവിടെ വല്ല ആപത്തിലും പെട്ടിരിക്കണോ, രാജീവേട്ടൻ ഒരു പക്ഷേ ജീവന് തന്നെ ഭീഷണിയാണോന്ന് അറിയത്തില്ല. പണമില്ലെന്നും പറഞ്ഞുകൊണ്ട് എവിടുന്ന് പോയത്, അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏതേലും വലയത്തിൽ പോയി പെട്ടുവെന്നും അറിയത്തില്ല. മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ. അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ സമയത്ത് അനുപമയുടെ ഫോൺ ബില്ലിരിക്കുകയാണ്. ഇത് മിനിച്ചേച്ചിയാണെന്ന് പറഞ്ഞ് കോൾ എടുക്കുക. എന്താ മിനിച്ചേച്ചിന്ന് ചോദിക്കുകയാണ്. നീ ഇതെവിടെയാ, നീ വരാത്തോണ്ട് അഖിൽമോൻ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ദേവകിയമ്മ ഫോൺ അങ്ങോട്ട് മേടിച്ചു. അതെ, ഇത് ഞാനാ സംസാരിക്കുന്നത്, അല്ല അമ്മ എന്താ അവിടെ. പിന്നീട് ദേവകിയമ്മ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഗിരിദേവനെ അന്വേഷിച്ച അനുപമ അങ്ങോട്ട് ചെന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മിനി പറഞ്ഞു, അതെ അഖിൽമോൻ ഫുഡ് കഴിക്കാത്തോണ്ടായും വിളിച്ചേ, അവളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടമേന്ന് പറയാണ്. അപ്പം അനുപമ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അതെ ഫോൺ അവന് കൊടുത്ത് ഞാൻ അവനോട് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ അഖിൽമോനെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിൽമോനെ ഫുഡ് കഴിക്കണം, അമ്മ അച്ഛനെയും കൂടെ വരുള്ളൂ, ഇച്ചിരി ലേറ്റ് ആയിട്ടാ വരുള്ളൂ എന്ന് പറയണം. അതെ അച്ഛനോട് പറയണം മോൻ ഐസ്ക്രീം മേടിച്ചും പിന്നെ ക്രയോൺസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ, പറഞ്ഞു കേട്ടല്ലോ, ഒന്നും മറക്കരുതെന്ന് പറയണം. ഇല്ല മറക്കില്ല, വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയണം. അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലെ അഖിൽമോന്റെ മനസ്സ് വേദനിക്കില്ലേ. ഫോൺ വെച്ച് കഴിയുമ്പോൾ അഖിൽമോന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മിനിയോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ വരുമ്പോൾ ക്രയോൺസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നാ പറഞ്ഞമ്മ. മിനിക്ക് മനസ്സിലായി അവന്റെ സന്തോഷം എത്ര മാത്രമെന്ന്, അവൻ അച്ഛനെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സമയത്താണെങ്കിൽ ഗിരിദേവൻ ഉണ്ണിമോളും തമ്പുരുമോളും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഗുണ്ടകൾ ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുണ്ടകൾ ഒരുത്തും പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അവനെ ഇതിലായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവൻ വേറെ എവിടെയാണല്ലോ റൂം എടുത്തെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. അപ്പോൾ ഒരുത്തും പറഞ്ഞു, ശരിയാ, പക്ഷെ നമുക്ക് ഇവിടെ ഈ മുറിയെല്ലാം കൂടെ അരിച്ചു കയറി കൂടെ തപ്പിയാലോ. വേണ്ടടാ, ആ കാര്യസ്ഥനത് ഇഷ്ടപ്പെടില്ല, അയാൾ കല്ലേ തന്നെ വല്ലാത്തൊരു കേടാ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട്, അത് വലിയ ആവശ്യമില്ല. ഇനിയിപ്പോൾ അയാൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ, വല്ല പോലീസിനെ വിളിച്ചുകൊണ്ട് നമ്മളും കുടുങ്ങുമല്ലേ, അതുകൊണ്ട് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. പിന്നെ എങ്ങനെ കണ്ടെത്തും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ണിമോളും തമ്പുരും കൂടെ അങ്ങോട്ട് വന്നത്. ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തം പറഞ്ഞത്, ആ ഫോട്ടോ ഒന്ന് കാണിച്ചു വെക്കാം ഈ പിള്ളേർ ഇവിടെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവനെ. അങ്ങനെ കൊണ്ട് ഉണ്ണിമോളെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ മാമനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ട് ഉണ്ണിമോൾ ഞെട്ടി, ഇത് ചെറിയച്ഛനാണല്ലോ എന്ന് ഓർക്കുവാണ്. പക്ഷെ ഉണ്ണിമോൾ കപടം എടുത്തു. ഉണ്ണിമോൾ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ശരിക്കും ഒന്നുകൂടെ ആലോചിച്ച് നോക്കാൻ പറയണേ. ഇല്ലാന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ തമ്പുരിൻ്റെ കയ്യെ പിടിച്ചിട്ട് വാന്നും പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. എടാ അവനിവിടെ ഇല്ലെന്നാ പറയണേ, അന്ന് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറയണം. ഈ സമയത്ത് മുറിയിൽ എങ്ങനെയല്ല ഒന്ന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. എങ്ങനെ പുറത്ത് കിടക്കും. ദൈവമേ, തൻ്റെ അഖിൽമോനും അനുപമ ഇപ്പോൾ എന്തെടുക്കുമായിരിക്കും. ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കി ഓർത്തുകൊണ്ട് ഇങ്ങനെ രാജീവൻ ഇങ്ങനെ ആകെപ്പാടെ പരവശനായിട്ട് ഇരിക്കുമായിരുന്നു. ഈ സമയത്ത് ഉണ്ണിമോള് ഞാൻ ഗിരിദേവൻ്റെ ബാവയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗിരിദേവനോട്, അതെ ഇവിടെ എൻ്റെ കൊച്ചനെ അന്വേഷിച്ചുകൊണ്ട് 1-2 പേര് വന്നിട്ടുണ്ടെന്ന് പറയും. 1-2 പേര് അതാരാ? അല്ല നമ്മുടെ അപ്പുറത്തെ മുറി 2-3 മാമാര് വന്ന് റൂം എടുത്തിട്ടില്ലേ, അവരെൻ്റെ കൊച്ചനെ അന്വേഷിച്ച് വന്നാന്ന് പറയാം. എന്നിട്ടാ ഉണ്ണിമോൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ് ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവനിവിടെ വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോള് പറഞ്ഞു, എന്നാലും എന്തിനു വേണ്ടിയായിരിക്കും, പക്ഷെ എനിക്ക് അവരുടെ മുഖം കണ്ട് അത്ര പന്തിയായിട്ട് തോന്നിയില്ല, കൊച്ചനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നുന്നേ. എന്ത് ചെയ്യും ഗിരിതാവ, എനിക്ക് പെട്ടെന്ന് തന്നെ മുത്തശ്ശിനെയും അതുപോലെ തന്നെ
അനുപമ ചെറിയമ്മ എനിക്ക് വിവരം അറിയിക്കണമെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവണേ? ഇവിടെ തമ്പുരുമോളില്ലേ, തമ്പുരുമോൾ ഉള്ളപ്പോൾ നമുക്കതിന് പോകാൻ പറ്റുമെന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, വാവർ ഇവിടെ നിൽക്കട്ടെ, ഗിരിദേവൻ ഞങ്ങളുടെ കൂടെ വരാൻ പറയണം. തമ്പുരുമോൾക്ക് കാവലായിട്ട് വാവർ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് കേട്ടൻ വാവർ പറഞ്ഞു, ഞാൻ നിൽക്കത്തില്ല, ഞാൻ ഗിരിദേവൻ എവിടെയുണ്ടോ ആ കൂടെ ഞാനും കാണുമെന്ന് പറയാണ്. തമ്പുരുമോൾ ആകെപ്പാടെ പെട്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവര് വരത്തില്ലെന്നാ പറയണേ. ഗിരിദേവൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് വാവരെല്ലാവരും കൂടി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയണം. തമ്പുരു അവിടെ നിൽക്കുവാണോ എന്ന് തമ്പുരുവിനോട് ചോദിക്കുമ്പോൾ തമ്പുരു നിൽക്കത്തില്ലെന്ന് കൈ കൊണ്ട് കാണിച്ചു. പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം, തമ്പുരു ഞങ്ങളുടെ ഒപ്പം പോരാൻ തമ്പുരിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ തമ്പുരു ലാസ്റ്റ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കഥ അങ്ങോട്ട് അടയുവാണ്. തമ്പുരു അവിടെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങിയെങ്കിലും തമ്പുരിന് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് ഒന്നും പുറത്തേക്ക് വന്നില്ല. പെട്ടെന്ന് കഥ കടങ്ങി സൗണ്ട് കേട്ട് ഉണ്ണിമോള് തിരിഞ്ഞു നോക്കിയപ്പോൾ തമ്പുരു അകത്താ. ഉണ്ണിമോളെ കഥയെ മുട്ടുക, തമ്പുരു തുറക്കാനും പറഞ്ഞോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യപ്പസ്വാമി പറഞ്ഞു, വെറുതെ കൊട്ടണ്ട ഉണ്ണിമോളെ, എത്ര കുട്ടികൾ ആ കഥ തുറക്കാൻ പോകുന്നില്ല, ആ താനെ കാറ്റ് തടഞ്ഞല്ല, അത് ബ്രഹ്മരക്ഷസ് കുട്ടി അടച്ചാന്ന് പറയണം. ഇത് കേട്ട് ഉണ്ണിമോൾ ഞെട്ടിപ്പോയി. ബ്രഹ്മരക്ഷസോ? അതെ, ബ്രഹ്മരക്ഷസ് അടച്ചാന്ന് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യും നമ്മള്? അവളെ ഇവിടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇനിയില്ല, അവളെ ഇവിടെ നമുക്ക് പുറത്ത് കിടത്താൻ പറ്റില്ല. അപ്പൊ ഇനി പുറത്ത് ആ മുറിയിൽ നിന്ന് പോലും കടത്തണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോകില്ലെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം എന്ന് പറയണം. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അവള് കഥ തുറന്ന് അവൾക്ക് പുറത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ഗിരിദേവൻ പറഞ്ഞു, അതെ അവൾക്ക് പുറത്ത് വരാൻ പറ്റുമെന്ന് പറയാണ്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, അതെ നമുക്കിനി എങ്ങോട്ടും പോകണ്ട ഗിരിദേവ, അല്ലെങ്കിൽ തമ്പുരുമോളെ ഇട്ടിട്ട് നമ്മൾ എന്തിനാ എങ്ങോട്ടാ പോണേ? തമ്പുരുമോൾ ഇവിടെയല്ലേ ഉള്ളത്, നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറയണേ. ഈ സമയത്തും കഥകൾ തുറന്നിട്ട് തമ്പുരു അകത്തേക്കല്ല സോറി പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.